السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه وأتباعه وأعوانه أجمعين، أما بعد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറെ ബഹുമാന്യരായ ഈ വേദിയുടെ അധ്യക്ഷൻ പ്രിയങ്കരനായ ഷമീർ ബാബു ഹുദവി, ഇവിടെ സ്വാഗത പ്രഭാഷണം നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പെരിന്തൽമണ്ണ ഹാദിയ ചാപ്റ്ററിൻ്റെ ജനറൽ സെക്രട്ടറി അർഷദ് ഹുദവി ഏലംകുളം, എൻ്റെ മുമ്പ് പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ മൻസൂർ ഹുദവി പാതിരമണ്ണ, ഹാദിയയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ വർക്കിംഗ് സെക്രട്ടറി അജ്മൽ ഹുദവി ഒടമല, സ്റ്റേജിൽ ഉപവിഷ്ടരായ ഉസ്താദ് ജലീൽ ഹുദവി ബാലയിൽ അടക്കമുള്ള സദസ്സിലും ഇരിക്കുന്ന ഹാദിയ എന്ന സംവിധാനത്തിൻ്റെ സേവകരും അതിൻ്റെ പ്രവർത്തകരും മെമ്പർമാരുമായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സർവോപരി ദാറുൽ ഹുദയെയും ഹാദിയയും ദീനീ സംരംഭങ്ങളെയുമൊക്കെ അഗാധമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ഗുണകാംക്ഷികൾ, ഇവിടെ സന്നിഹിതരായ എൻ്റെ പ്രിയപ്പെട്ട ദാറുൽ ഹുദ കുടുംബത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, വിവിധ ഇടങ്ങളിലിരുന്നു കൊണ്ട് ഈ സംരംഭം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ കൂടൽ ദിക്റുൽ അംബിയാഇ ഇബാദ വ ദിക്റുസ് സാലിഹീന കഫാറ എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ദാറുൽ ഹുദയും ഹാദിയയുമൊക്കെ ഉണ്ടായതിൻ്റെ പിന്നിൽ പ്രാർത്ഥനകൾ കൊണ്ടും നിർദ്ദേശങ്ങൾ കൊണ്ടും കരുത്തു പകർന്ന ഉന്നതരായ മഹാമനീഷികരുടെ ഓർമ്മയിലാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ചരിത്രത്തെ നിർമ്മിച്ചവരായിരുന്നു നമ്മൾ ഇന്ന് ഓർക്കുന്ന മഹാരഥന്മാർ. അവർക്ക് വേണ്ടി ജീവിച്ചില്ല എന്നു മാത്രമല്ല, സമൂഹത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം സമർപ്പിച്ചത് കൊണ്ട് അവരുടേതായി ഒന്നും ഭൗതികമായി സമ്പാദിക്കാത്തവരാണ് മഹാന്മാരായ നമ്മളിവിടെ ഓർക്കുന്ന എല്ലാ മഹൽ വ്യക്തിത്വങ്ങളും. ദാറുൽ ഹുദയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ പരാമർശിക്കപ്പെടുകയുണ്ടായി, ബാപ്പുട്ടി ഹാജിയും ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരും ബഹുമാന്യനായ എം ബഷീർ മുസ്ലിയാരുമൊക്കെ നേരിട്ട് ദാറുൽ ഹുദ എന്ന സംവിധാനത്തിന് വലിയ സംഭാവനകൾ കൊടുക്കുകയും അത് നിർമ്മിച്ചെടുക്കുകയും ചെയ്ത നമ്മുടെ മഹാരഥന്മാരാണ്. അതേസമയം ദാറുൽ ഹുദ എന്ന ആശയം അത് മുന്നോട്ട് വെച്ച സന്ദർഭത്തിൽ അതിന് സർവ്വ പിന്തുണയും നൽകി കൂടെ നിന്നവരാണ് ഇവിടെ ഓർമ്മിക്കപ്പെടുന്ന മറ്റു മഹൽ വ്യക്തിത്വങ്ങൾ. അവരെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ഇനിയും കൂടുതൽ ഞാൻ
ഓരോ വ്യക്തികളെയും ഓർക്കുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് പ്രയാസമാകും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഈ മഹൽ വ്യക്തികളൊക്കെ മുന്നോട്ട് വെച്ചൊരാശയം എന്തായിരുന്നു എന്ന് പ്രത്യേകിച്ച് വർത്തമാനകാല സാഹചര്യത്തിൽ ഓർത്തെടുക്കുന്നത് നന്നാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി പോയി. ചരിത്രമെന്ന് പറയുന്നത് ഇന്നലകളെ നമ്മൾ ഓർത്തെടുത്ത് ആ സംഭവങ്ങളുടെ കഥകൾ മാത്രമല്ല, മറിച്ച് മനുഷ്യൻ അവൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഓരോ ഘട്ടങ്ങളിലും നേരിടുന്ന പ്രതിസന്ധികളിൽ അവന് താങ്ങും തണലുമായി തീരുമാനങ്ങൾ എടുക്കുവാനും തൻ്റെ അസ്തിത്വത്തെ ഉറപ്പിച്ചു നിർത്തുവാനും അവർക്കുള്ള മാതൃകകൾ കൂടിയാണ് ചരിത്രം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇബ്നു ഖൽദൂനിനെയൊക്കെ നമ്മൾ കൂടുതൽ അതുകൊണ്ടാണ് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ ഇന്നലകളുടെ ആവർത്തനമാണ് എന്നാണ് ഇബ്നു ഖൽദൂന്റെ കാഴ്ചപ്പാട്. ആ അർത്ഥത്തിൽ ഇന്ന് മുസ്ലിം കൈരളി നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം നേരത്തെ കടന്നുപോയി നമുക്ക് മുന്നേ സഞ്ചരിച്ചു പോയ ഈ മഹാമനീഷികളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അവർ സ്വീകരിച്ച നിലപാടുകൾ, അവർ നമുക്ക് പറഞ്ഞു തന്ന മണിമുത്തുകൾ, അവരുടെ പ്രഭാഷണങ്ങൾ, അവരുടെ എഴുത്തുകൾ, അവരുടെ ആശയ സംവേദനങ്ങളൊക്കെ മനുഷ്യ സമൂഹത്തിന് മാർഗദർശിയായി കാലങ്ങളെയും യുഗങ്ങളെയും അതിജയിച്ചുകൊണ്ട് ഇന്നും മുന്നോട്ട് പോകുന്നു എന്നതാണ് അവരൊക്കെ സ്വീകരിച്ച നിലപാടുകളുടെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് അവർ നിരന്തരമായി ഓർമ്മിക്കപ്പെടേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മൻസൂർ ഹുദവി സൂചിപ്പിക്കുകയുണ്ടായി. ദാറുൽ ഹുദ എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ആ ആശയത്തെ ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഇരുകൈകളും നീട്ടിക്കൊണ്ട് സ്വീകരിക്കുന്ന ഒരവസ്ഥയായിരുന്നില്ല അന്നത്തെ സാമൂഹ്യ പരിസരം എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ ദാറുൽ ഹുദ മുന്നോട്ട് വെച്ച ആശയം ഏതെങ്കിലും ഒരർത്ഥത്തിൽ ചരിത്രത്തിൽ ആദ്യത്തതോ പുതുമയുള്ളതോ ആയിരുന്നോ? ഒരിക്കലുമായിരുന്നില്ല. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ അത് പ്രവാചക കാലഘട്ടം മുതൽ തുടങ്ങി മഹാരഥന്മാരായ 4 മദ്ഹബുകളുടെ ഇമാമുകളുടെ കാലഘട്ടവും അത് കഴിഞ്ഞു പോയി ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ബാസികളുടെയും അതുപോലെയുള്ള ഏതൊക്കെ നാഗരികതകളുടെയും കാലഘട്ടങ്ങളിലും അവ സന്ദർഭങ്ങളിലൊക്കെ സ്വീകരിച്ച നിലപാടുകളുടെ കൈമോശം വന്ന നമ്മുടെ പാരമ്പര്യം തിരിച്ചു പിടിക്കുവാനാണ് ദാറുൽ ഹുദയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതൃത്വം കൊടുത്ത കാലഘട്ടത്തിലെ മഹാപണ്ഡിതന്മാർ മുന്നോട്ട് വന്നത്. ഇന്നൊക്കെ നിങ്ങൾ അവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ അവരൊക്കെ സർവ്വസ്വീകാര്യരായിട്ടാണ് അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചു പോയത് എന്ന്? ഒരിക്കലുമായിരുന്നില്ല. മഹാനായ എം ബഷീർ മുസ്ലിയാർ, ആ കാലത്ത് അദ്ദേഹം വളരെ കൃത്യമായി വഹാബി എന്ന ചാപ്പ കുത്തപ്പെട്ടു എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ചരിത്രം പഠിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണ്? അദ്ദേഹം മതവിദ്യാഭ്യാസത്തെയും ഭൗതിക വിദ്യാഭ്യാസത്തെയും സമന്വയിപ്പിക്കുക എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തിൻ്റെ തനിമയിലേക്ക് മുസ്ലിം കൈരളിയെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നതായിരുന്നു കാരണം. അദ്ദേഹം ടെക്നോളജിയെക്കുറിച്ച് സംസാരിച്ചു, അദ്ദേഹം കമ്പ്യൂട്ടറിനെ കുറിച്ച് സംസാരിച്ചു, അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മുടെ ദർസുകളിലും മതസ്ഥാപനങ്ങളിലും പഠിപ്പിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം ദർസുകളിൽ കൊണ്ടുവരുമ്പോൾ വഖഫ് ചെയ്ത ഭൂമി അതിന് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് അന്നത്തെ കാലഘട്ടത്തിൽ അപശബ്ദങ്ങൾ ഉയർന്നു വന്നു എന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിനെ വിമർശിക്കേണ്ടി വന്നത്. എം ബഷീർ മുസ്ലിയാരെ കാണുവാൻ എന്നെ സംബന്ധിച്ച് സൗഭാഗ്യമുണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ആ കാലഘട്ടത്തിൽ അത്തരം ചർച്ചകൾ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുവാനാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള വിമർശനങ്ങളൊക്കെ സർവ്വസാധാരണമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ബാപ്പുട്ടി ഹാജി, മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹുമ ദാറുൽ ഹുദായുടെ മസ്ജിദിന്റെ തിരുമുറ്റത്ത് ഓരോ ദിവസവും അനേകായിരം വരുന്ന വിദ്യാർത്ഥികളുടെ ഫാത്തിഹകൾ കൊണ്ട് സമ്പന്നമായി അവർ അല്ലാഹുവിന്റെ സന്നിധിയിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ അവർ വിമർശനങ്ങൾക്ക് അതീതമായിട്ടാണ് അവരുടെ സംവിധാനങ്ങൾ കെട്ടിപ്പൊക്കിയത് എന്ന്? ആയിരുന്നില്ല. ബാപ്പുട്ടി ഹാജി
അദ്ദേഹം അന്ന് കേട്ടതിനേക്കാൾ വലിയൊരു വിമർശനവും ഇന്ന് ദാറുൽ ഹുദാക്കെതിരെ ഉയരുന്നില്ല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അന്നൊക്കെ പറയാറുണ്ടായിരുന്നത്, അസൂയാലുക്കളില്ലെങ്കിൽ നിങ്ങൾ 10 രൂപ കൊടുത്ത അസൂയാലുക്കളെ നിങ്ങൾ നിർമ്മിച്ചെടുക്കണം എന്ന് വരെ മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ ദാറുൽ ഹുദയെ കുറിച്ചെന്ന് പറഞ്ഞത്. അപ്പോൾ ദാറുൽ ഹുദ ഒരാശയമാണ്. ആ ആശയം മുന്നോട്ട് വെക്കുന്നത് സമന്വയമായ ഒരാശയമാണ്. നമ്മളൊക്കെ എപ്പോഴും കേൾക്കാറുള്ളൊരു കാര്യം മദ്രസയിലെ സിലബസും സ്കൂളിലെ സിലബസും സമന്വയിപ്പിച്ചു എന്ന രീതിയിലാണ്. ദാറുൽ ഹുദ അങ്ങനെ ഏതെങ്കിലും ഒരു സമന്വയാശയം മാത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. ദാറുൽ ഹുദ കാലങ്ങളുടെ യുഗങ്ങളിൽ രൂപാന്തരപ്പെട്ടു വന്ന എത്രയോ മഹത്തായ പ്രസ്ഥാനങ്ങൾ പോലെ ഒരു പ്രസ്ഥാനമാണ്. അതൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനം മാത്രമല്ല, സാംസ്കാരികമായ ഒരു പ്രസ്ഥാനമാണ്, നവോത്ഥാന സംരംഭമാണ്. ദാറുൽ ഹുദ മുന്നോട്ട് വെച്ച ഈ ആശയം എല്ലാ അർത്ഥത്തിലുമുള്ള സമന്വയത്തെ പ്രകാശിപ്പിക്കുന്നതായിരുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന ഒരു സമന്വയമുണ്ട്. അത് സ്കൂൾ വിദ്യാഭ്യാസവും മദ്രസ വിദ്യാഭ്യാസവും ഒരുമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ്. ശാസ്ത്രീയ പഠനങ്ങൾ, ഭൗതിക പഠനങ്ങൾ എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന കണക്കും സയൻസും സോഷ്യൽ സ്റ്റഡീസും ചരിത്രവും മാത്തമാറ്റിക്സും ഒക്കെ പഠിക്കുന്നതോടൊപ്പം കിതാബ് കൂടി ഓതി പഠിക്കുക എന്ന് പറയുന്നത് ഇത് ഇസ്ലാമിക ലോകത്ത് പുതുമയുള്ള കാര്യമാണോ? അങ്ങനെ ഒരു പുതുമ ഇസ്ലാമിക ലോകത്തുണ്ടോ? നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നമ്മുടെ കഴിഞ്ഞകാല പണ്ഡിതന്മാരൊക്കെ ഈ അർത്ഥത്തിലുള്ള മഹാപണ്ഡിതന്മാരായിരുന്നില്ലേ? ബഗ്ദാദിലും ഇസ്ഫഹാനിലും കുർത്തുബായിലും സെവില്ലയിലും ഗ്രാനഡയിലും സമർകന്ദിലും ബുഹാറയിലുമൊക്കെ തളിരിട്ട് വന്ന ഇസ്ലാമിക നാഗരികതയിലെ മഹാപണ്ഡിതന്മാരെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അവർ ഒരേ സമയം ഗോളശാസ്ത്രജ്ഞന്മാർ, വൈദ്യശാസ്ത്രജ്ഞന്മാർ, ഫിഖ്ഹിലെ അഗ്രേസരന്മാരായ പണ്ഡിതന്മാർ, ഫത്വ കൊടുക്കാൻ കഴിയുന്ന തലയിൽ കെട്ടിയ താടി വെച്ച നീളൻ കുപ്പായമിട്ട ശാസ്ത്രജ്ഞന്മാരായിരുന്നവരൊക്കെ. ജാബിർ ഇബ്നു ഹയ്യാനെ കുറിച്ച് നിങ്ങൾ പഠിക്കൂ, ഇബ്നു തുഫൈലിനെ കുറിച്ച് പഠിക്കൂ, ഇമാം ഗസാലിയെ കുറിച്ച് പഠിക്കൂ. ആ കാലഘട്ടത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും സർവകലാവല്ലഭന്മാരായിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു കാലഘട്ടം ഇസ്ലാമിക സമൂഹത്തിന് കൈമോശം വന്നു പോയില്ലേ? അങ്ങനെ കൈമോശം വന്നു പോകാനുണ്ടായ ഒരു കാരണം കേവലമായ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ മാത്രമായിരുന്നില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ വഹാബിസമുണ്ടാക്കിയ അപകടകരമായ പ്രവണതകളിൽ ഒന്ന് ഈ പറയപ്പെടുന്ന ഭൗതികതയെയും മതത്തെയും വേർതിരിച്ചുകൊണ്ടുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് മുന്നോട്ട് അവതരിപ്പിച്ചു എന്നതാണ്. വഹാബിസത്തെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ അപകടത്തെ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ കൂടിയായിരിക്കണം. 1750-കളിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇന്ന് സൗദി അറേബ്യ എന്ന് പറയുന്ന പ്രദേശത്ത് തൻ്റെ ആശയാദർശങ്ങൾ പ്രചരണം ചെയ്ത സന്ദർഭത്തിൽ അയാൾ മുന്നോട്ട് വെച്ചൊരാശയമുണ്ട്. അത് രാഷ്ട്രീയമായ കാര്യങ്ങളിൽ മതം ഇടപെടേണ്ടതില്ല, അതുപോലെ മതപരമായ വിഷയങ്ങളിൽ രാഷ്ട്രീയക്കാരിടപെടേണ്ടതില്ല എന്ന ഇസ്ലാമിക വിരുദ്ധമായ ആശയത്തെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചു എന്നതായിരുന്നു. അതിന് ചില പശ്ചാത്തലങ്ങൾ അവർക്കുണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ദർഇയ എന്ന് പറയുന്ന ഒരു കൊച്ചു നാട്ടുരാജാവായിരുന്ന സൗദ് കുടുംബത്തിൽപ്പെട്ട രാജാവുമായി സഖ്യം ഏർപ്പെട്ടുകൊണ്ട് അയാൾ മുന്നോട്ട് വെച്ചൊരാശയമുണ്ട്. നമുക്ക് ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഈ കാണുന്ന അറബ് ഭൂമേഖല മുഴുവൻ പിടിച്ചടക്കാൻ കഴിയും, അധികാരം സ്ഥാപിക്കാൻ കഴിയും. അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് തമ്മിൽ ഒരു കരാറിലെത്താം. അങ്ങനെ അന്നത്തെ സൗദി അറേബ്യയിലെ രാജാക്കന്മാരുമായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഉണ്ടാക്കിയ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ആലു ഷൈഖ് എന്ന പേരിൽ ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കുടുംബത്തിൽ മതപരമായ നേതൃത്വത്തെ പരിമിതപ്പെടുത്തുകയും അതേപോലെ മറ്റൊരു ഭാഗത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ രാഷ്ട്രീയമായ നേതൃത്വത്തെ സൗദ് കുടുംബത്തിലും പരിമിതപ്പെടുത്തി അധികാരത്തെ വിഭജിച്ചു അവർ. അതിന്റെ അപകടം എന്തായിരുന്നു? ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ ഒരു പാരമ്പര്യമില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാഷ്ട്രീയ നേതൃത്വമായിരുന്നു, മതനേതൃത്വവും അദ്ദേഹമായിരുന്നു. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാഷ്ട്രീയ നേതാവായിരുന്നു, മതനേതാവുമായിരുന്നു. എന്താ കാരണം? അല്ലാഹുവിന്റെ റസൂൽ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക സമൂഹത്തിന്റെ രാഷ്ട്രീയ നേതാവായിരുന്നു, മതനേതാവും കൂടിയായിരുന്നു. ഈ രണ്ട് നേതൃത്വത്തെയും വ്യത്യസ്ത വ്യക്തികളിലേക്ക് വിഭജിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് കടുത്ത വഹാബിസമാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു പാരമ്പര്യം ഇസ്ലാമിലില്ല. ഇസ്ലാമിന്റെയും ഖുലഫാഉർ റാഷിദുകളുടെയും അബ്ബാസി ഭരണകൂടത്തിന്റെയും അമവി ഭരണകൂടത്തിന്റെയും ഉസ്മാനിയ ഖിലാഫത്തിന്റെയും ഒക്കെ പാരമ്പര്യം ഇത് മുഴുവനും ഒരുമിപ്പിച്ചു കൊണ്ടുപോവുകയും സാന്ദർഭികമായ സന്ദർഭങ്ങളിൽ അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയും അതുപോലെ മതപരമായ വിഷയങ്ങളിലും ആ സന്ദർഭത്തിനനുസരിച്ച് സൗകര്യപൂർവ്വം അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഖലീഫ എന്ന് പറയുന്ന
മത, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാവ് സന്ദർഭത്തിൽ അനുസരിച്ച് തരാതരം വ്യക്തികളെ ഏൽപ്പിക്കുകയോ കൂട്ടായ്മകളെ ഏൽപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന ഈ കാര്യം, ഇങ്ങനെ മതവിഷയങ്ങൾ, ഭൗതിക വിഷയങ്ങൾ എന്ന പേരിൽ ഒരു വേർതിരിവ് ഇസ്ലാമിക ലോകത്തുണ്ടായി. ആ വേർതിരിവ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും വന്നു. നമ്മുടെ പള്ളികളിലൊക്കെ പഴയ കാലങ്ങളിൽ കുറച്ചധികം മുന്നോട്ട് പോയാൽ എന്ന് പറഞ്ഞാൽ മഹദൂമാരുടെ കാലത്ത്, അതുപോലെയുള്ള മഹാപണ്ഡിതന്മാരുടെ കാലത്ത്, ഇബ്നു ബത്തൂതയെ പോലെയുള്ള ആളുകൾ നമ്മുടെ ഈ രാജ്യത്തൊക്കെ വന്നപ്പോൾ അവരൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. വിദ്യാഭ്യാസം സാർവത്രികമായിരുന്നു. എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കപ്പെട്ടു. ഗോളശാസ്ത്രം പഠിപ്പിച്ചു, കണക്ക് പഠിപ്പിച്ചു, ശാസ്ത്രീയ വിഷയങ്ങൾ പഠിപ്പിച്ചു. അല്ലെങ്കിൽ എന്തിനാണ് ഈ മതഭൗതിക വേർതിരിവ്? ദാറുൽ ഹുദ തുടങ്ങിയപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട മാഗസിനുകളിൽ, ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളുകൾ അവർ പലപ്പോഴും ലേഖനം എഴുതിയിട്ടുണ്ട്. ഇത് 2 തോണിയിൽ കാല് വെക്കുന്ന ഏർപ്പാടാണ്. 2 തോണിയിൽ കാലിട്ടാൽ താഴെ വീഴും. ഏതായി 2 തോണി? അങ്ങനെ 2 തോണി ഇസ്ലാമിലുണ്ടോ? ഇസ്ലാമിന്റെ പാരമ്പര്യം എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച മഹാപണ്ഡിതന്മാർ സർവ്വ വിഷയങ്ങളിലും സർവകലാവല്ലഭന്മാരായിരുന്നു. ഇബ്നു ഖൽദൂനെ കുറിച്ച് പറയുന്ന അദ്ദേഹം ജഡ്ജായിരുന്നു, ഫിലോസഫറായിരുന്നു, ഹിസ്റ്റോറിയോഗ്രാഫറാണ്, ഹിസ്റ്റോറിയനാണ്. അതേസമയം അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഫഖീഹുമാണ്. ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകണ്ടേ? അത് നഷ്ടപ്പെട്ടു പോയ പാരമ്പര്യമാണ്. എന്നിട്ട് പുതിയ തിയറികൾ ഉണ്ടാക്കിയെടുക്കുക. 2 കൂടി പഠിച്ചാൽ അവർക്ക് വിവരം ഉണ്ടാവൂല. മതവിഷയം, ഭൗതിക വിഷയം പഠിച്ചാൽ അവർക്ക് ആ വിഷയത്തിൽ വിവരം ഉണ്ടാകൂല. അവർ കഴിഞ്ഞ കാല ചരിത്രം പഠിക്കണം, ഇസ്ലാമിക ചരിത്രം പഠിക്കണം. അതിനുള്ളതാണ് ചരിത്രം. അപ്പൊ ആ കാലത്ത് അങ്ങനെയാണ് നമ്മൾ ഈ വലിയ വലിയ മുന്നേറ്റങ്ങളും പുരോഗതികളും ഒക്കെ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് തിരിച്ചു മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോകണം. അതിനുള്ള ശ്രമമാണ് ദാറുൽ ഹുദ. അതാണ് മഹാനായ ഇമാം ബഷീർ മുസ്ലിയാർ പറഞ്ഞത്. അത് പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തെ പുത്തൻവാദി എന്ന് ആക്ഷേപിക്കാൻ ആളുകൾ മുന്നോട്ട് വന്നത്. പക്ഷെ അദ്ദേഹം കീഴടങ്ങിയില്ല. മാതൃകാ ദർസ്, കടമേരി റഹ്മാനിയ കോളേജ്, ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഉയർന്നു വന്ന ആശയങ്ങളായിരുന്നു. ആ സന്ദർഭത്തിൽ അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ട് ഉമ്മത്തിന്റെ ഉലമാക്കളും ഉമറാക്കളും പാണക്കാട് സാദാത്തുമാരുടെ കീഴിൽ അടിയുറച്ചു നിന്നു. ആ ദാറുൽ ഹുദ വേറെ ഒരുപാട്, ദാറുൽ ഹുദ ഒരു സമന്വയമായ ആശയമാണ് എന്ന് ഞാൻ പറയാൻ കാരണം അതാ. ദാറുൽ ഹുദ മുന്നോട്ട് വെച്ച സമന്വയ ആശയം മറ്റു പല സമന്വയങ്ങളുണ്ട്. പ്രത്യേകിച്ച് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കാൻ നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കാൻ ആളുകൾ ഭയപ്പെട്ടൊരു കാലം. 10ാം ക്ലാസ്സിലൊക്കെ പോയി തോറ്റ് ഇനി ഓനെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് കണ്ട ദർസുക്ക് വിടുന്ന ഒരു ഏർപ്പാട് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്തുണ്ടായിരുന്നു. നമ്മളൊക്കെ ദാറുൽ ഹുദയിൽ ആദ്യകാലത്ത് പഠിക്കാൻ പോകുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും ആളുകൾ നമ്മോട്, നമ്മുടെ നാട്ടിലുള്ള നമ്മൾ അറിയുന്ന ആളുകളൊക്കെ പറയും, എന്തിനാ വെറുതെ മൂല്യരാകാൻ പോകണത് എന്ന്. കാരണം ക്വാളിറ്റി വിദ്യാഭ്യാസം ലഭ്യമല്ലായിരുന്നു നമ്മുടെ അത്തരം പല സ്ഥാപനങ്ങളിലും. എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ ദർസ് വിദ്യാഭ്യാസത്തിൽ അങ്ങനെയുള്ള ചില അപര്യാപ്തതകൾ കണ്ടു തുടങ്ങിയ ഒരു കാലത്താണ് പരിഹാരവുമായിട്ട് അവർ മുന്നോട്ട് വരുന്നത്. നമ്മുടെ മഹാരഥന്മാരായ ദർസിൽ പഠിച്ച അനേകം ആലിമീങ്ങൾ, മഹാപണ്ഡിതന്മാർ, ഒരു കാലത്ത് അത് വലിയ സംഭവമായിരുന്നു. പക്ഷെ അതിന്റെ പ്രാധാന്യം ഇങ്ങനെ കുറഞ്ഞു വരുന്നു എന്ന് തോന്നിയൊരു ഘട്ടം. അപ്പൊ ദാറുൽ ഹുദ പോലത്തെ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചു. നമ്മുടെ ഈ പാരമ്പര്യ പണ്ഡിതന്മാർ അത്രമേൽ വലിയ ദീക്ഷണാശാലികളും ദീർഘവീക്ഷണമുള്ള ആളുകളുമായിരുന്നു. അങ്ങനെ ദാറുൽ ഹുദ തുടങ്ങി. ആ സമയത്ത് ബാപ്പുട്ടി ഹാജിയെ പോലെയുള്ള മഹാരഥന്മാർ അതിനുവേണ്ടി മുന്നിൽ നിന്നു. നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുക. അതോടൊപ്പം ഇനി ക്വാളിറ്റി വേണം എന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു ഭൗതിക സ്ഥാപനത്തിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കാൻ പറ്റുമോ? ഇന്നത്തെ കാലത്തും അതല്ലേ അവസ്ഥ. ക്വാളിറ്റിയും മൊറാലിറ്റിയും ദാറുൽ ഹുദ സമന്വയിച്ചു കൊണ്ടുപോകുന്നു. കാംബ്രിഡ്ജ് സർവകലാശാല, ഓക്സ്ഫോർഡ് സർവകലാശാല, ലൈഡൻ സർവകലാശാല തുടങ്ങി ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ സർവകലാശാലകളിൽ പോയി ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയ ആളുകൾ PhD ചെയ്ത് ഡോക്ടറേറ്റ് നേടി. 2 മാസത്തെ 3 മാസത്തെ ഡോക്ടറേറ്റ് അല്ല, 5 കൊല്ലം റിസർച്ച് നടത്തിയിട്ട് മെനക്കെട്ടിട്ട് തിസീസ് ഉണ്ടാക്കിയിട്ട്. നമ്മുടെ നാട്ടിൽ കുറേ ഡോക്ടർമാരെ കാണാൻ പറ്റും, മുറി വൈദ്യന്മാർ. 2 മാസം 1 ലക്ഷം രൂപ, 2,50,000 ഒക്കെ കൊടുത്ത ഡോക്ടറേറ്റ് കിട്ടും. ആ ഡോക്ടറേറ്റ് അല്ല, നന്നായി പഠിച്ച് റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് നേടിയ 100-ലധികം ഹുദവികൾ ഡോക്ടറേറ്റ് കംപ്ലീറ്റ് ചെയ്തു.
എന്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങളിൽ പോയാൽ അവർക്ക് അതിന് സാധിച്ചത്? നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ദാറുൽ ഹുദയിൽ നിന്ന് ഈ മഹാരഥന്മാരായ മഹത്തുക്കൾ അവർക്ക് നൽകിയെന്നത് കൊണ്ടാണ്. ഞാൻ അഹങ്കാരം പറയുകയല്ല, മറിച്ച് ദാറുൽ ഹുദ മുന്നോട്ട് വെച്ച ഒരാശയം നിങ്ങൾ മനസ്സിലാക്കണം. നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുക, ധാർമ്മിക ബോധം കൊടുക്കുക. മോഡേണിറ്റിയും ട്രഡീഷനെയും ദാറുൽ ഹുദ സമന്വയിപ്പിച്ചു. പാരമ്പര്യം എന്ന് പറഞ്ഞ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അതോടൊപ്പം മോഡേണിറ്റി, എല്ലാ ആധുനികത, ടെക്നോളജികൾ, സയൻസ്, ശാസ്ത്രം, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, എല്ലാ സമന്വയം ദാറുൽ ഹുദ അത് ഉണ്ടാക്കിയെടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പഴയ കാലത്തൊക്കെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ നേടി ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു ജോലിയൊക്കെ നേടി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ നല്ലൊരു ഭൗതിക വിദ്യാഭ്യാസമൊക്കെ നേടി പിന്നെ സുന്നി എന്ന് പറയാൻ അവനക്കൊരു മടിയരുത്. ആ കാലൊക്കെ മാറിയില്ലേ? ദാറുൽ ഹുദ പോലത്തെ സ്ഥാപനങ്ങൾ ഈ മഹാരഥന്മാർ ഉണ്ടാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇന്നിപ്പോ സുന്നികൾക്ക് അഭിമാനത്തോടു കൂടി എവിടെയും പോയിട്ട് പറയാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായി. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് അഭിമാനത്തോടു കൂടി നമുക്ക് എവിടെയും പറയാം. ഏത് കോളേജിലും പോയി പറയാം, ഏത് സ്ഥാപനങ്ങളിലും പോയി പറയാം, ഏത് ഗവൺമെന്റ് ഉദ്യോഗങ്ങൾ നേടിയവർക്കും പറയാൻ കഴിയുന്ന ഒരവസ്ഥ ദാറുൽ ഹുദക്ക്. നേരെ തിരിച്ചായി. പുത്തൻവാദികൾ, മുജാഹിദുകൾ, ജമാഅത്തുകാർ അവർക്കൊക്കെ ഇപ്പോ അവരുടെ ഞങ്ങൾ ആ ആശയത്തിന്റെ ആളുകളാന്ന് പറയാൻ മടിയാ. എന്താ കാരണം? പാരമ്പര്യത്തെയും ആധുനികതയും സമന്വയിപ്പിച്ചുകൊണ്ട് കാലത്തിന് മുന്നേ സഞ്ചരിക്കാൻ ഈ മഹാരഥന്മാർ നമ്മെ പഠിപ്പിച്ചു. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുകയല്ല. അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തികളുടെ ഓരോരുത്തരുടെയും മഹത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അവരുടെ കറാമത്തുകളൊക്കെ പറയാം, അത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ സമൂഹത്തിന് അവർ എന്ത് നൽകി എന്നതാണ്. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുകയല്ല. ബഹുമാന്യനായ അൻവർ അലി ഹുദവിയുടെ വളരെ മനോഹരമായ ഒരു ഇഷ്ക് മജ്ലിസ് ഇവിടെ നടക്കാൻ പോവാണ്. അൽഹംദുലില്ലാ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയും പറയാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ആ ഇഷ്ക് മജ്ലിസ് ആസ്വദിക്കുക എന്നൊരു ലക്ഷ്യം നമുക്കുള്ളത് കൊണ്ട് നമ്മളതിൻ്റെയൊക്കെ ആൾക്കാരാണ്. നമ്മൾ പിന്നെ ഇഷ്ക് മജ്ലിസ്, നബിദിനം ആഘോഷിക്കുക, മഖ്ബറ സിയാറത്ത് നടത്തുക, ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതൊക്കെ നിങ്ങളെല്ലാവരും മനസ്സിലങ്ങ് പറഞ്ഞ് നമ്മൾ ബോധ്യപ്പെടുത്തി. ഞാനൊരു കൊല്ലം ഇപ്പോൾ ദാറുൽ ഹുദയിൽ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മമ്പുറം മഖാമിൽ ജോലി ചെയ്ത ആളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് പലപ്പോഴും. ഇപ്പോൾ ഷെയ്ഖുനാ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ മഹാനവറുകളോടെ ഇടക്കിടക്ക് വരും, സിയാറത്ത് ചെയ്യും. അപ്പോൾ വളരെ അത്ഭുതത്തോടു കൂടി നമ്മൾ ഇതൊക്കെ പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല, കുറേ ആളുകൾക്ക് അത് പ്രസംഗിക്കാൻ മാത്രമുള്ളതാ. സ്റ്റേജിൽ ഇങ്ങനെ വലിയ തവസ്സുൽ ഇസ്തിഹാസൊക്കെ പറയും. ഞാൻ ആ ഒരു കൊല്ലം അവിടെ നിന്നിട്ടും ഈ പ്രസംഗിക്കുന്ന പല ആളുകൾ ഒരു തവണ പോലും കണ്ടിട്ടില്ല. സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പ്രഭാഷണത്തിനും കായുണ്ടാക്കാനുള്ള ഒരു ഏർപ്പാട് മാത്രമല്ല, ഞങ്ങൾക്കിതൊക്കെ ജീവിതഗന്ധിയാണ്. ദാറുൽ ഹുദയെ സംബന്ധിച്ച്, ഹുദവികളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് അത് ഉയർത്തിപ്പിടിക്കുന്ന ആശയം, അത് മുന്നോട്ട് വെക്കുന്ന ആശയത്തെ പ്രസരിപ്പിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിൻ്റെയൊക്കെ ആശയാദർശങ്ങൾ കാലങ്ങൾ കടന്ന്, യുഗങ്ങൾ കടന്ന്, പ്രദേശങ്ങൾ കടന്ന്, ഭൂഖണ്ഡങ്ങൾ കടന്ന് ലോകത്തോളം വളർത്തുവാനുള്ള സംവിധാനങ്ങളിലാണ്. 3150-ലേറെ മക്തബുകൾ ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങളിൽ, നേപ്പാളിൽ അടക്കം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാണ്. അവിടെ പോയിട്ട് മങ്കൂസ് മൗലിദ് ഉറുദു ഭാഷയിൽ, ആസാമീസ് ഭാഷയിൽ, ബംഗാളീസ് ഭാഷയിൽ ഉണ്ടാക്കി അവരെ കൊണ്ട് ഓദിപ്പിക്കുക എന്നതാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്. അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമാണ്. സർവശക്തനായ അള്ളാഹു അത് അങ്ങനെ ഒരു അനുഗ്രഹം നൽകുമ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് എന്നതുകൊണ്ടാണ്. ബാപ്പുട്ടി ഹാജി എപ്പോഴും പറയാറുണ്ട്, ദാറുൽ ഹുദ ഈ ഒരു ആശയം, നമ്മുടെ ആനമങ്ങാട് ഉസ്താദ് എപ്പോഴും പറയും, ദാറുൽ ഹുദ വടക്കോട്ട് തിരിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇത്തരം പ്രപ്പന്ന. കഴിഞ്ഞ മാസം ഹാദിയയുടെ സെപ്റ്റംബർ മാസത്തെ റിപ്പോർട്ട് വായിച്ചു. ബഹുമാനപ്പെട്ട നിങ്ങളുടെ പിന്നെ പ്രിയപ്പെട്ട നാട്ടുകാരൻ കൂടിയാണ് അജ്മൽ ഹുദവി, വർക്ക് സെക്രട്ടറി. അപ്പോൾ അതിൽ പറഞ്ഞ 140 പുതിയ മദ്രസകളാണ്, പുതിയ മദ്രസകൾ ഹാദിയയുടെ കീഴിൽ ഈ കഴിഞ്ഞ ഒറ്റ മാസം കൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് തുടങ്ങാൻ സാധിച്ചത്. അപ്പോൾ അവിടങ്ങളിലൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതുപോലെ മുസ്ലിം സംഘരാഷ്ട്രീയ ശക്തിയുടെ, മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടി ബഹുമാനിരായ പാണക്കാട് സാദാത്തുമാരുടെ അനുഗ്രഹാശിസ്സുകളും നേതൃത്വവും അവിടങ്ങളിലൊക്കെ ഉണ്ടാക്കണം എന്നതാണ്
നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. സർവശക്തനായ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടായാലും, നമുക്കൊരുമിച്ച് ഈ ഉമ്മത്തിന്റെ ഐക്യത്തിന് വേണ്ടി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, അത് വ്യാപകമായി സമൂഹങ്ങളിലേക്ക് പകരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.